ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ളോഗാണ്. രാവിലെ PVQ നോക്കി, കുറച്ച് SCRT ക്ലാസ് നോക്കി, പിന്നെ മാത്സ് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ കുറച്ച് കറണ്ട് അഫേഴ്സും ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ കൂടാതെ കുറച്ച് ടിപ്സും കൂടെ പറയാമെന്ന് കരുതിയാണ് വന്നത്. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു PSC ആസ്പിറൻസിന് വേണ്ട കുറച്ച് ടിപ്സ് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ട് പ്രെയറാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ആദ്യം ഇരിക്കുമ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോഴോ നമുക്ക് പല പല കാര്യങ്ങളായിട്ട് പോകും, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് വരാതിരിക്കാൻ പ്രെയർ മസ്റ്റാണ് കേട്ടോ. ആദ്യം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, കുറച്ച് ടിപ്സായിട്ട് തന്നെ പറയാം. പിന്നെ വേണ്ടത് നമ്മൾ ഡിസിപ്ലിൻ കേട്ടോ. എല്ലാ കാര്യത്തിനും നമ്മൾ ഡിസിപ്ലിൻ വേണം. അതിൻ്റെ കൂടെ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ടും അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ ഓർഡർ കൊടുത്ത് ചെയ്യുക കേട്ടോ. പിന്നെ അതിനാണ് നമ്മൾ മേക്ക് എ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ നമ്മളെപ്പോഴും റെഡിയാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പ്രോക്രാസ്റ്റിനേഷൻസ് ഇല്ലാതിരിക്കുക കേട്ടോ. നാളത്തേക്ക് വേണ്ടി നീട്ടി വയ്ക്കുക, എല്ലാം നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. നമ്മളിപ്പം പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്യുക. പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ നമ്മൾ ഒരുപാട് ആവലാതിപ്പെടേണ്ട. ജസ്റ്റ് ഡു ഇറ്റ് നൗ എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുക, എന്ത് കാര്യമാണെങ്കിലും ഈ മൊമെൻറ്റിൽ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് എ മൊമെൻറ്റിൽ നമ്മൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും ബോദർ ചെയ്യരുത്. നമ്മൾ ഡോണ്ട് ഗിവ് അപ്പ്. നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ PSCയുടെ കാര്യങ്ങൾക്ക് തന്നെ ഇറങ്ങിയിട്ട് പകുതിക്ക് വെച്ച് നിർത്താതിരിക്കുക. നമ്മൾ എത്ര മാത്രം നമ്മൾ ആഴത്തിലോട്ട് ചെന്നു എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് മറ്റൊരാളെക്കുറിച്ച് നമുക്ക് അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്നതിലൂടെ മാത്രമേ ബാക്കിയുള്ളവർ അത് അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡോണ്ട് ഗിവ് അപ്പ് എന്നുള്ളൊരു മൈൻഡ് വേണം കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക്, അത് നമുക്ക് എപ്പോഴും ഒരു ഗുഡ് എഫേർട്ട്, നമ്മൾ എത്ര എഫേർട്ടുണ്ട്, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിരിക്കും നമ്മുടെ ഒരു റിസൾട്ട് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും ചലഞ്ചിങ്ങിന് നമ്മളെല്ലാം എപ്പോഴും ഓവർകം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ചലഞ്ചസ് ഉണ്ടായാലും, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായാലും നമ്മളെപ്പോഴും ഓവർകം ചെയ്യുക. അത് നമുക്ക് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്കൊരു മൂഡ് ഓഫ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും, എന്നാലും നമ്മൾ ആ പഠിത്തത്തിൻ്റെ രീതിയിലോട്ട് വിട്ടുപോകാതിരിക്കുക. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അന്നത്തെ ദിവസം മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, പഠിക്കാനായിട്ട് തന്നെ ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ടൈം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ. നമ്മുടെ ടൈം എന്തായാലും വരും. എപ്പോഴും നമ്മൾ പേഷ്യൻ്റായിട്ടിരിക്കുക കേട്ടോ. നമ്മളെ പേഷ്യൻസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക. നാളെ ഒരു ദിവസം നമുക്കുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ വേണം നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ. അല്ലാതെ ഇന്ന് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ നാളത്തേക്കുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ച് പോകരുത്. ഏതെങ്കിലും ഒരു ടൈം നമുക്ക് അത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടെന്ന് പറയുന്ന പോലെ നമുക്കൊരു ടൈം നമുക്കായിട്ടുണ്ട്, ഒരു സമയമുണ്ട്. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, പ്രെയർ ചെയ്യുക കേട്ടോ. നമ്മൾ കൺസിസ്റ്റൻസി കൊണ്ടുവരിക നമ്മുടെ ലൈഫിലും നമ്മുടെ പഠനത്തിലും. പിന്നെ ഡിസിപ്ലിനായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ പിന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലേ, നമ്മൾ ഓരോ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. നമ്മളിപ്പം ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡൗൺ ആവാതെ നമ്മളിപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, ഓരോരോ ദിവസമുള്ള നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ ദിവസത്തെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കറിയാം. നമ്മൾ എന്തൊക്കെ പഠിച്ചു പോയി നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. നമ്മൾ ഒരു സെൽഫ് അസസ്മെൻറ്റ് എന്നൊരു സെൽഫ് അനാലിസിസ് നടക്കുക. നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ പഠിത്തത്തിൽ തന്നെ നമുക്കൊരു സെൽഫ് അനാലിസിസ് കൊണ്ടുവരിക കേട്ടോ. അത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും, നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. പിന്നെയുള്ളത് നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുള്ളവരെ കുറിച്ച് കൂടി തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്ട്രഗിൾസിൽ മറ്റുള്ളവരും അതിലും അവർക്കും ഒരു പങ്ക് വരും എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കുക. അപ്പോൾ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടായാലും നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക. നമ്മൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ കാണുക. നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കാനിരിക്കുകയാണെങ്കിൽ അത് അന്ന് തന്നെ തീർക്കാൻ നോക്കുക. കുറച്ച് മാക്സിമം പോർഷൻസ് പറ്റിയില്ലെങ്കിൽ കുറച്ച് പോർഷൻസ് എന്നും നമ്മളൊരു 1 hour പഠിച്ചു എന്നൊരു ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ കിടക്കാൻ കേട്ടോ. പിന്നെയുള്ള നമ്മുടെ എത്ര നേരം ഇരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്രമാത്രം റിവിഷൻ ചെയ്യുന്നു, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാ കാര്യങ്ങളും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക, നമ്മൾ കൺസിസ്റ്റൻസി കൊണ്ടുവരിക, ഒരു ടു ഡു ലിസ്റ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നമ്മുടെ PSCയിലോട്ടുള്ള നമ്മുടെ കാൽവയ്പ്പുകൾ
നമുക്ക് ഉറച്ചതാക്കാം. നമ്മൾ പിന്നത്തേക്ക് അതൊന്നും മാറ്റി വയ്ക്കാതിരിക്കുക. എല്ലാം ടു ഡു നൗ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ചെയ്യുക കേട്ടോ. പിന്നെ മാക്സിമം നമ്മൾ എത്ര നേരം കിട്ടുക എന്നുള്ളതല്ല, നമ്മുടെ കുട്ടികളും നമ്മുടെ ലൈഫിലെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ദിവസം നമുക്ക് ഒത്തിരി നഷ്ടമാകാറുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പഠിക്കാനും കൂടി സമയം കണ്ടെത്തുക. മാക്സിമം നമ്മൾ അതിലോട്ട് തന്നെ നോക്കുക കേട്ടോ. നമ്മളിപ്പം ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ച് സ്ട്രഗിൾ ചെയ്യാതെ നമ്മൾ മാക്സിമം ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം പഠിക്കുക, ഇന്നത്തെ ദിവസം എന്തൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക കേട്ടോ. ഓവർ തിങ്കിങ് ഒരിക്കലും പാടില്ല. നമ്മളത് മാറ്റി വയ്ക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പാർട്ട്ണറിനോടോ നമ്മുടെ ഇൻലോസിനോടോ ഒക്കെ പറഞ്ഞ് നമ്മളത് നമ്മുടെ സ്ട്രഗിൾസൊക്കെ പറയാൻ പറ്റുന്നവരോട് പറഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്ത് അന്നത്തെ ദിവസം പോസിറ്റീവ് ആക്കുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾ പഠിക്കത്തിനായിട്ട് മാത്രം മാറ്റി വയ്ക്കുക. നമ്മുടെ ലൈഫിന് വേണ്ടി നാളത്തെ നല്ലൊരു ഫ്യൂച്ചറിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാവരും പഠിക്കുക. കീപ് ഗോയിങ്, സ്റ്റേ ഹെൽത്തി. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. കീപ് വാച്ചിങ്. ഓക്കെ, താങ്ക് യു ഓൾ.